നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വോട്ട് ഗുരുവായൂരിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തോട് ചേർന്ന അച്യുതം ഫ്ളാറ്റിലാണ് വോട്ട് ചേർത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് തിരുവനന്തപുരത്തായിരുന്നു. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ നെട്ടശ്ശേരിയിലെ വാടക വീട്ടിലായിരുന്നു വോട്ട്. പക്ഷേ ആ വാടക വീട് വിറ്റു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവായൂരിലെ സ്വന്തം ഫ്ളാറ്റിലേക്ക് വോട്ട് മാറ്റിയത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചേർന്ന ആളുകൾ നൽകുന്ന വിശദീകരണം. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ജേസനോട് ചോദിക്കാം. ജേസൺ, 3 തെരഞ്ഞെടുപ്പ് വരുന്നു, 3 വോട്ട്, സ്വാഭാവികമായും വാർത്ത വരും. എന്താണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന വിശദീകരണം? മാധു, ഗുരുവായൂരിലാണ് ഇപ്പോൾ വോട്ട് ചേർത്തിരിക്കുന്നത്. ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റുണ്ട്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റാണ് അച്യുതം ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ വോട്ട് ചേർത്തിരിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നെട്ടിശ്ശേരിയിലെ ഒരു വാടക വീട്ടിലായിരുന്നു വോട്ടുണ്ടായിരുന്നത്. ആ വാടക വീട് അതിൻ്റെ ഉടമസ്ഥൻ വിറ്റു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയിരിക്കുന്നത്. ഇതിന് പ്രധാനമായും വലിയ രീതിയിലുള്ള ആരോപണവും പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണമായി രംഗത്തെത്തിയിട്ടുണ്ട്. 3 തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലത്ത് വോട്ട് എന്നത് നിയമവിരുദ്ധമാണെന്നാണ് പ്രധാനമായും അവർ ആരോപിക്കുന്നത്. പക്ഷേ നിയമപരമായി അത്തരത്തിൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. തൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഫ്ലാറ്റിൽ താൻ വോട്ട് ചേർത്തു എന്നതാണ് അദ്ദേഹം അതിന് പറയുന്ന വാദം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഇത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധവ്, ശരി. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ട് ഗുരുവായൂരിലാണ്.